ആകാംക്ഷകൾക്കും നാടകങ്ങൾക്കും വിരാമം. റോഡ്രി വരുമെന്ന് പറഞ്ഞു ദാ ഇപ്പോൾ വന്നിരിക്കുന്നു. റോഡ്രി ഈ സീസണിൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് കറ്റാലൻ കുപ്പായത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു പക്ഷേ ഒരു 2 മാസം മുമ്പ് റോഡ്രി ബാഴ്സയിൽ കളിക്കുമെന്ന് പറഞ്ഞാൽ അത്ര വേഗം ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണമില്ലാതെ ബാഴ്സ നോക്കിയിരിക്കുമെന്ന് കരുതിയവർക്കാണ് തെറ്റിയത്. ഈ സമ്മറിലെ മോസ്റ്റ് വാണ്ടഡ് ഫിഗറിനെ ഡെക്കോയും ലാപ്പോർട്ടയും ചേർന്ന് ക്യാമ്പ് നൂവിൽ എത്തിച്ചിരിക്കുന്നു. എത്തിഹാദിലെ ഓഫീസിൽ നിന്നും ബാഴ്സലോണയുടെ ബോർഡ് റൂമിലേക്ക് പറന്ന ഇമെയിലുകൾക്ക് തീപിടിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. പലതരം ഡീലുകളും നെഗോസിയേഷനുകളും നടന്നു. ബാഴ്സ ആദ്യം കൊടുത്ത 45 മില്യൺ യൂറോയുടെ ഓഫർ സിറ്റി പുച്ഛിച്ചു തള്ളി. 2ാം തവണ കൊടുത്ത തുകയും പോരെന്ന് സിറ്റി തീർത്തു പറഞ്ഞിരുന്നു. 80 മില്യണിൽ കുറഞ്ഞതൊന്നിനും തയ്യാറല്ല എന്ന നിലപാടിൽ സിറ്റി ഉറച്ചു നിന്നു. അതോടെ കയ്യിൽ കിട്ടിയ ഡീൽ പണമില്ലാത്തതുകൊണ്ട് മാത്രം നഷ്ടമാകുമോ എന്നും മറ്റാരെങ്കിലും ഹൈജാക്ക് ചെയ്യുമോ എന്നും ബാഴ്സ ആരാധകരടക്കം ചിന്തിച്ചു. പക്ഷേ തൻ്റെ മനസ്സ് ബാഴ്സയ്ക്കൊപ്പമാണെന്ന് റോഡ്രി തന്നെ തുറന്നു പറഞ്ഞത് നിർണായകമായി. അതോടെ സിറ്റിക്കും കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ആ രഹസ്യ ചർച്ചയിൽ 76.5 മില്യൺ യൂറോയുടെ കരാർ ഉറപ്പിച്ചു. മിഡ്ഫീൽഡ് ജനറൽ സക്ഷാൽ റോഡ്രി ഇനി ബ്ലോഗ്രാന പടയുടെ അമരക്കാരനാകും. വർഷങ്ങളായി ക്യാമ്പ് നൂ കാത്തിരുന്ന പെർഫെക്റ്റ് പിവറ്റ്. സെർജിയോ ബുസ്കറ്റ്സിന് ശേഷം കറ്റാലൻ മധ്യനിരയിൽ നഷ്ടപ്പെട്ട ശാന്തതയും കൺട്രോളും തിരികെ എത്തിക്കാൻ റോഡ്രി വരികയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായി ഇടപെടുന്നതിലൂടെ ഡെക്കോയും ലാപ്പോർട്ടയും ഫ്ലിക്കിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇക്കുറി ലാലീഗ പോരാ, യൂറോപ്യൻ കിരീടം തന്നെ വേണം. പക്ഷേ അതിനുള്ള കരുത്ത് ഈ സ്ക്വാഡിനുണ്ടോ? പരിശോധിക്കാം. ഫ്രാങ്കി ഡിയോങ്ങിനേറ്റ പരിക്കിൽ വീണുപോയേക്കാമായിരുന്ന ഒരു സീസണിനെയാണ് ഡെക്കോ ഒറ്റ നീക്കം കൊണ്ട് മാറ്റിമറിച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ പൂട്ടിയ ലീഗ് കിരീടങ്ങളും അന്താരാഷ്ട്ര കിരീടങ്ങളും സ്വന്തം കാലുകൾ കൊണ്ട് വരച്ചുവെച്ച ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ. റോഡ്രിയുടെ വരവോടെ ബാഴ്സ മിഡ്ഫീൽഡിൻ്റെ റേഞ്ച് തന്നെ മാറുകയാണ്. ഒരുപക്ഷെ യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ചത്. പെഡ്രി, ഗാവി, ഡാനി ഒൽമോ, മാർക്ക് ഗസാഡോ, മാർക്ക് ബേണാൽ എന്നിവരടങ്ങുന്ന ലാമാസിയൻ മാന്ത്രികതയിലേക്ക് റോഡ്രിയുടെ അനുഭവ സമ്പത്തും കൂടി ചേരുമ്പോൾ ഹാൻസി ഫ്ലിക്കിന് ദൂർത്തടിക്കാവുന്ന വിധം ധാരാളിത്തമുണ്ട്. റോഡ്രിക്ക് പിന്നാലെ മറ്റൊരു വമ്പൻ സർപ്രൈസ് കൂടി ബാഴ്സ പൂർത്തിയാക്കിയിരിക്കുന്നു. യെസ്, ജാവോ കാൻസലോ. ഫ്രീ ഏജന്റായിരുന്ന താരത്തെ ഒപ്പിച്ചത് ചുളുവിലക്കാണ്. ഫ്ലിക്കിൻ്റെ ടാക്ടിക്കൽ ബോർഡിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന താരം തന്നെയാണ് കാൻസലോ. റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ഒരുപോലെ തിളങ്ങാനാകുന്ന കാൻസലോ ബാഴ്സയുടെ ഫോർമേഷന് നൽകുന്ന ഫ്ലെക്സിബിലിറ്റി ചെറുതല്ല. യൂൾസ് കുണ്ടേക്കും അലക്സാൻഡ്രോ ബാൾഡേക്കും മികച്ചൊരു ബാക്കപ്പ് എന്നതിലുപരി ഒരേ സമയം ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്കായും വിങ് ബാക്കായും കളിക്കാൻ കാൻസലോക്ക് സാധിക്കും. പ്രതിരോധത്തിൽ നിന്ന് അറ്റാക്കിലേക്ക് ഞൊടിയിടയിൽ പന്തെത്തിക്കാനും വൈഡായി സ്പേസ് ഉണ്ടാക്കാനും കാൻസലോക്കാകും. പക്ഷേ റോഡ്രിയുടെ വരവിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും കറ്റാലൻ ആരാധകരെയും മാനേജ്മെൻറ്റിനെയും വേട്ടയാടുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നമുണ്ട്. ആരാണ് നമ്പർ 9? റോബർട്ട് ലെവൻഡോസ്കി അമേരിക്കൻ മേജർ ലീഗിലെത്തി. സർപ്രൈസ് എൻട്രികൾ നടത്താറുള്ള ഫെറാൻ ടോറസ് PSG കൂറുമാറി. ബോക്സിനുള്ളിൽ ഇടിമിന്നലാകുന്ന ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറുടെ അഭാവം ബാഴ്സയിൽ പ്രകടമാണ് എന്നർത്ഥം. ഈജിപ്ഷ്യൻ വിസ്മയം ഹംസ അബ്ദുൽ കരീം ലോണിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള വലിയ വേദികളിൽ നിർണായക ഗോളുകൾ നേടാൻ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറുടെ അഭാവം ഫ്ലിക്കിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വിൻഡോ അടയും മുമ്പ് ബാഴ്സയുടെ നോട്ടം ഒരു വലിയ സൈനിങ്ങിലാണ്. ബാഴ്സ ഏറ്റവും കണ്ണുവെച്ചിരിക്കുന്നത് ഹ്യൂലിയൻ അൽവാരസിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലിക്ക് സ്റ്റൈൽ ഫുട്ബോൾ അൽവാരസിന് ചേർന്നതാണെന്നാണ് അതിൻ്റെ പ്രധാന കാരണം. അൽവാരസ് വെറുമൊരു ബോക്സ് സ്ട്രൈക്കർ അല്ല. ഹൈ പ്രസ്സിംഗ് നടത്താനും വേഗതയിൽ കൗണ്ടർ അറ്റാക്കുകൾ നയിക്കാനും വിങ്ങുകളിലേക്ക് ഇറങ്ങിക്കളിക്കാനും സാധിക്കുന്ന താരമാണ്. ബാഴ്സലോണക്ക് തന്നിലുള്ള മോഹവും ഹാൻസി ഫ്ലിക്കിൻ്റെ പ്രൊജക്റ്റും അൽവാരസിനെയും വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ പ്രധാന ഫോർവേഡിനെ ലാലീഗയിലെ ചിരവൈരികളായ ബാഴ്സയ്ക്ക് വിട്ടുകൊടുക്കാൻ ഡേഗോ സിമിയോണിക്കും അത്ലറ്റിക്കോ മാനേജ്മെൻറ്റിനും യാതൊരു താല്പര്യവുമില്ല. 2030 വരെ കരാറുള്ള അൽവാരസിനായി അത്ലറ്റിക്കോ വെച്ച റിലീസ് ക്ലോസ് കേട്ടാൽ ആരുമെന്ന് ഞെട്ടും. 500 മില്യൺ യൂറോ. 100 മില്യൺ തരാമെന്ന് ബാഴ്സയും 150 മില്യൺ തരാമെന്ന് റയലും ഓഫർ വെച്ചിരുന്നു. പക്ഷേ അത്ലറ്റിക്കോക്ക് ഒരു കുലുക്കവുമില്ല. ഒരു വല്ലാത്ത ഈഗോ തന്നെ. സിറ്റിയിലെ പെപ്പിൻ്റെ ബെഞ്ചിൽ നിന്നും രക്ഷപ്പെടാൻ അത്ലറ്റിക്കോയെ തിരഞ്ഞെടുത്തത് വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്കുള്ള വരവായിരുന്നുവെന്ന് അൽവാരസ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എങ്കിലും ബാഴ്സ പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. എന്നാൽ വിങ്ങുകളിൽ ഫ്ലിക്കിന് വലിയ ആശങ്കയില്ല. ന്യൂകാസലിൽ നിന്ന് പറന്നെത്തിയ ആന്റണി ഗോർഡനും ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് സ്വന്തമാക്കിയ കരീം അഡേമിയും തീ പടർത്താൻ പോന്നവരാണ്. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ താരമായ ഗോർഡൻ ലെഫ്റ്റ് വിങ്ങിൽ റഫീഞ്ഞയ്ക്ക് കൊടുക്കുന്ന ബാക്കപ്പ് ചെറുതല്ല. മറുപുറത്ത് അഡേമിയുടെ വരവ് ലെമിൻ യമാലിന് ആവശ്യത്തിന് വിശ്രമം നൽകാനും റൊട്ടേഷൻ സാധ്യമാക്കാനും സഹായിക്കും. ഇതിനെല്ലാം പുറമെയാണ് കാൻസലോയും അലക്സാൻഡ്രോ ബാൾഡയും ഒരുക്കുന്ന അറ്റാക്കിംഗ് വിങ് ബാക്ക് വിപ്ലവം.
പ്രതിരോധത്തിൽ ഒതുങ്ങാതെ എതിർ ബോക്സിലേക്ക് ഓടിക്കയറുന്ന ഈ അറ്റാക്കിംഗ് ഫുൾ ബാക്കുകൾ വിങ്ങുകളിൽ ഓവർലാപ്പുകൾ സൃഷ്ടിച്ച് ബോക്സിലേക്ക് കൃത്യമായ ക്രോസുകളും കട്ട് ബാക്കുകളും എത്തിക്കും. ഒരുപക്ഷെ സ്ട്രൈക്കർ പോരായ്മയെ വിങ്ങുകളുടെയും ഫുൾ ബാക്കുകളുടെയും അതിവേഗ കടന്നാക്രമണം കൊണ്ട് മറികടക്കുക എന്നതായിരിക്കും ഫ്ലിക്കിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇനി ഡിഫൻസിലേക്ക് വന്നാലോ, പ്രതിരോധത്തിലെ നെടുന്തൂണായിരുന്ന റൊണാൾഡോ അരോഹോ ലിവർപൂളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. 19-കാരനായ പൗ കുബാർസ് ഇതിനോടകം വിശ്വസ്തനായി മാറിയതാണ് ആശ്വാസം. ഒരുപക്ഷെ ബാഴ്സയുടെ ലെജൻഡറി ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ സാധ്യതയുള്ള താരം. എന്നാൽ ഫിസിക്കൽ ബാറ്റിലുകളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പരിചയസമ്പന്നനായ ഒരു ലീഡറുടെ അഭാവം ബാഴ്സയ്ക്കുണ്ട്. ഹാൻസി ഫ്ലിക്കിൻ്റെ ഹൈലൈൻ പ്രസ്സിംഗ് പ്രതിരോധത്തിന് പിന്നിൽ വലിയ സ്പേസ് തുറന്നു നൽകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അറ്റാക്കിംഗ് ഫുൾബാക്കുകളായ ജവോ കെൻസലോയും അലസാൻഡ്രോ ബാൾഡയും മുന്നോട്ട് കയറി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിടവുകൾ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ റോഡ്രിയുടെ പൊസിഷനിങ്ങും ടാക്കിളുകളും ഈ സീസണിൽ നിർണായകമാകും. ഒന്നുമില്ലായ്മകളിൽ നിന്നും വിസ്മയങ്ങൾ തീർത്തവനാണ് ഹാൻസി ഫ്ലിക്ക്. അയാൾ വന്ന നാളുകളിൽ കറ്റാലൻ മണ്ണിൽ അവിശ്വാസത്തിൻ്റെ പുകപടലങ്ങളായിരുന്നു എങ്ങും. പക്ഷേ തന്ത്രങ്ങൾ കൊണ്ടും ക്യാരക്ടർ കൊണ്ടും അയാൾ അതിവേഗം ആരാധകരുടെ നെഞ്ചിലൊരു കസേരയിട്ടു. എന്നാൽ ഇക്കുറി കാറ്റലോണിയൻ ജനത നൽകുന്ന പ്രതീക്ഷകളുടെ അമിതഭാരം അയാളുടെ ചുമലുകളിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായി അലമാരയിലുള്ള ലാലീഗ കിരീടം ഭദ്രമാക്കണം. കൂടെ ആഭ്യന്തര യുദ്ധങ്ങൾക്കപ്പുറം യൂറോപ്പ് ജയിക്കണം. പക്ഷേ അതൊരിക്കലും അത്ര എളുപ്പമല്ല. തലസ്ഥാന നഗരിയിൽ കാറ്റലോണിയയുടെ പഴയ ശത്രു സാക്ഷാൽ ഹൊസെ മൊറീഞ്ഞോ തിരിച്ചെത്തിയിരിക്കുന്നു. മൊറീഞ്ഞോ സീസണിൽ ഉടനീളം നൽകുന്ന പ്രഷറുകളും പിരിമുറുക്കങ്ങളും ചെറുതായിരിക്കില്ല. ഹാൻസി ഫ്ലിക്കിൻ്റെ തന്ത്രങ്ങളും ലോക ജേതാക്കളുടെ വീര്യവും ഒന്നിക്കുന്ന ഈ 2026-27 സീസൺ ബാഴ്സയുടേത് മാത്രമായി മാറുമോ? നോക്കാം.